Good evening to everybody. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ചോയ്സ്ലെസ് അവയർനെസ് എന്നുള്ളതാണ്. ഒരു ജീവി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു അനേക ജീവജാലങ്ങളുണ്ടല്ലോ ലോകത്ത്, ഏറ്റവും കൂടുതൽ ചോയ്സ് നടത്തുന്ന ആ ഒരു ജീവി മനുഷ്യനായിരിക്കും. കാരണം അനുദിന ജീവിതത്തിൽ അനുനിമിഷം എന്ന പോലെ നമ്മൾ പലതരത്തിലുള്ള അറിഞ്ഞും അറിയാതെയും കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി നമ്മൾ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചോയ്സിന് നമ്മളുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത്, നമുക്ക് അനുകൂലമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ളത്, ഇങ്ങനെ അനേക തരത്തിലുള്ള ചോയ്സുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആ മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് മൈൻഡ്ഫുൾനെസ് വളരെയേറെ സഹായിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മൈൻഡ്ഫുൾനെസ് പോലെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള, ഇത്ര ശക്തിയുള്ള മറ്റേതെങ്കിലും ഒന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈൻഡ്ഫുൾനെസ്സെന്നോ അല്ലെങ്കിൽ സെൻ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇതൊരു വാർണിംഗ് സിസ്റ്റം പോലെയാണ്. നമുക്കറിയാം നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ ചേഞ്ചസ് എന്താണ്, എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന്. നമ്മളുടെ മനസ്സിന്റെ ചെയ്തികളെ സസൂക്ഷ്മം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താഗതികളെ, ചിന്താധാരകളെ എല്ലാം നമുക്ക് മനസ്സിലാക്കി നമ്മളുടെ ജീവിതം ഏറ്റവും ലളിതവും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരവുമാക്കാൻ പറ്റും. ഇതിനു മുൻപ് ഇതിനോട് ബന്ധപ്പെട്ട 4 ക്ലാസ്സുകൾ ഞാൻ എടുത്തിരുന്നു. ചോയ്സ്ലെസ് അവയർനെസ് എന്ന പേരിലല്ല, 2 ക്ലാസ് സിംപ്ലി ബീയിങ് എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ എൻഹാൻസ്ഡ് അവയർനെസ്സിനെ കുറിച്ച് എടുത്തു. അതുപോലെ തന്നെ ബോഡി ഫുൾനെസ് എന്നുള്ള ആ ഒരു ക്ലാസ്സും എടുത്തു. ഏകദേശം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ പലരും തന്നെ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ? ബേസിക് പഠിച്ചു, ചിലർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലെത്തി. അങ്ങനെ എത്തിയവർക്ക് കൂടുതൽ സന്തോഷകരമായ അല്ലെങ്കിൽ കൂടുതൽ ഇതിനുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്. അല്ലെങ്കിൽ അതുവഴി എങ്ങനെ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ ആകാം എന്നുള്ളതിൻ്റെ ഒരു എന്താണ് കോഴ്സ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്താണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു അല്ലേ? ഓക്കെ, അതുപോലെ ഞാൻ പറയുന്ന എൻ്റെ ശബ്ദവും നിങ്ങൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചോയ്സ്ലെസ് അവയർനെസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഓബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വാട്ട് ഈസ് ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? നമ്മൾ പലപ്പോഴും കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. പലതരത്തിലുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരമാണ്. പക്ഷെ നമ്മളുടെ ആ കോൺഷ്യസ്നെസ്സിന്റെ തലം തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഹൈറ്റൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂർ കോൺഷ്യസ്നെസ്, ഹയർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന പോലെയുണ്ട്. അടുത്തത് അവയർനെസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു ആശയം ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ചോയ്സ്ലെസ് അവയർനെസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദെൻ വാട്ട് ഈസ് അവയർനെസ് ഇൻ മൈൻഡ്ഫുൾനെസ്? സാധാരണഗതിയിൽ നമ്മൾ അവെയർ ആണോ? ആർ യു അവെയർ ഓഫ് ഇറ്റ് ഓർ ആർ യു കോൺഷ്യസ് അബൌട്ട് ഇറ്റ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഇതിനേക്കാൾ അല്പം കൂടി ഒരു ഉയർന്ന തലത്തിൽ വരുന്ന ഒന്നാണ് അവെയർനെസ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലാക്കാം, അതാണ് പ്രാക്ടീസിങ് ചോയ്സ്ലെസ് അവയർനെസ്. ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ മൊമെന്റ് ടു മൊമെന്റ് നമ്മൾ നമുക്ക് എങ്ങനെ കൂടുതൽ അവയർനെസ് അല്ലെങ്കിൽ ചോയ്സ്ലെസ് അവയർനെസ് പ്രാക്ടീസ് ചെയ്യാം, അതിനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് ചോയ്സ്ലെസ് അവയർനെസ് ഇതാണ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത്.
അതിന് ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ആണ്. നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിൽ നമ്മൾ നടത്തുന്ന ഒരു ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഒബ്സർവിങ്. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ പലരും നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ CCTV ഫോർ എക്സാമ്പിൾ, അത് ഒബ്സർവിങ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റതുപോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. ഇതല്ലെങ്കിൽ നമ്മളുടെ MRT അല്ലെങ്കിൽ മറ്റ് എക്സ്റേ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രോസസ് ഓഫ് ഒബ്സർവിങ് ദ മൈൻഡ്, അവർ മൈൻഡ്, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള മൈൻഡിനെ നമുക്ക് എങ്ങനെ അതിന്റെ പ്രോസസ്സ് ഇന്റേണൽ ആയിട്ട് അറിയാതെ നമ്മൾ സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ മൈൻഡ് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ മൈൻഡിലുള്ള ആ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, നമ്മൾ ഒന്നിനെ കുറിച്ചും പ്രതികരിക്കാതെ അല്ലെങ്കിൽ നമുക്കൊരു പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാതെ, ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ബയസസ് അല്ലെങ്കിൽ പ്രിജുഡീസസ് ഉണ്ട്. ബയസസ് തന്നെ പല തരത്തിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളെ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ ജഡ്ജ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി ജഡ്ജ്മെന്റ് ആൻഡ് ദെൻ ദി ഇന്റർഫിയറൻസ് ഓഫ് അവർ കണ്ടീഷൻഡ് തോട്ട്സ് ആൻഡ് പ്രിഫറൻസസ്. അതാണ്, നമ്മൾ കണ്ടീഷൻഡ് ആണ്, നമ്മൾ ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഓരോ തരത്തിലുള്ളതുണ്ട്, ചിന്തകളുണ്ട്, നമുക്ക് ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, ഇനി അതൊന്നും അല്ലാതെ ഉള്ളതുണ്ട്. നമുക്ക് എന്താണ് മോറൽ ആയിട്ടുള്ള കുറെ മൊറാലിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ഐഡിയൽസ് ഉണ്ട്, ആശയങ്ങളുണ്ട്, അറിവുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം നമ്മുടെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മളുടെ ജീവിതത്തെ ഇന്റർഫിയർ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് മാറി, ഇതെല്ലാം ആണ് നമ്മളുടെ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറി നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ്, തോട്ട്സ്. ഇത് ഈ പാറ്റേൺസിൽ നിന്നെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അത് ഹെൽപ്സ് എംബ്രേസിങ് ദി പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷം. അതായത് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ നിമിഷത്തെ എങ്ങനെ ആയിരിക്കുന്നു അതായിരിക്കുന്നത് പോലെ, സച്ച്നെസ് ഓഫ് ദി മൊമെന്റ് എന്ന് പറയും. ആ ഒരു നിമിഷത്തെ നമ്മൾ ആയിരിക്കുന്നു, ആ ഒരു നിമിഷം നമുക്ക് സന്തോഷവും പ്രദമാണ്. അതായത് പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ നിമിഷത്തെ ഓരോ നിമിഷം ജീവിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് എംബ്രേസിങ് ദി പ്രസന്റ് മൊമെന്റ് വിത്ത് കംപ്ലീറ്റ് അറ്റൻഷൻ. പൂർണ്ണമായിട്ടുള്ള അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ദെൻ എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് ദി പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓർ ദി പ്രീ കൺസീവ്ഡ് നോഷൻസ്. പാസ്റ്റ് നമ്മളെ അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മളെ ആകുലരാക്കുന്നില്ല, അല്ലെങ്കിൽ ആങ്ഷ്യസ് ആക്കുന്നില്ല. എക്സ്പീരിയൻസസ് ഉണ്ട്, അതുപോലെ പ്രീ കൺസീവ്ഡ് നോഷൻസ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലുത്. നമ്മൾ ആ ജീവിതത്തിന്റെ ആ ലാളിത്യം നമ്മൾ അറിയാതെ പോകുന്നതിന്റെ കാരണം ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അതിന്റെ കൂടുതലായിട്ട് പ്രീ കൺസീവ്ഡ് അല്ലെങ്കിൽ നമ്മളുടെ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ്, നമ്മുടെ ചിന്താഗതികൾ, ഇതെല്ലാമാണ്. ദെൻ വാട്ട് ഈസ് ചോയ്സ്ലെസ് അവയർനെസ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാക്ക് ശരിക്കും ഇത് നമ്മളുടെ നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ പണ്ടുണ്ടായിരുന്നു. അതിന് ശേഷം സെൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബുദ്ധിസം ആ വാക്ക് എടുത്തു. എന്നാൽ തന്നെ ആധുനിക ലോകത്തിലേക്ക് ഈ വാക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തയാള് ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രശസ്തനായ ഒരു ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. വളരെ ഒരു എന്താണ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് വായിച്ചുള്ളതല്ല, അദ്ദേഹം ഇൻസൈറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. 100-ലേറെ പുസ്തകങ്ങളുണ്ട്, ആയിരക്കണക്കിന് വീഡിയോകളും ഓഡിയോകളും എല്ലാം ഉണ്ട്. അദ്ദേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലാത്തവർക്ക് ഈ ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളുടെ പുസ്തകം വാങ്ങിക്കാം. വളരെയേറെ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈറ്റൻഡ് കോൺഷ്യസ്നെസ് ആണ്. ഞാൻ പറഞ്ഞു വെറും കോൺഷ്യസ്നെസ് അല്ല, ഹൈറ്റൻഡ് അല്ലെങ്കിൽ ഹൈലി പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അലേർട്ട് അല്ലെങ്കിൽ അവയർനെസ് നമുക്ക് തരുന്നു. എന്താണ്? ഫ്രം ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേർഡൻ നമുക്കില്ല. എന്തിന്റെയാണ്? പേഴ്സണൽ ബയസസ് ഓർ ഡിസയേഴ്സ്.
അതുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള നമ്മളുടെ നിങ്ങൾക്കറിയാം ബയസ് എന്താണെന്നറിയാം, അതുപോലെ തന്നെ പ്രിജുഡീസ് എന്താണെന്നറിയാം. ഇതിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാതെ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകാതെ ആ മൊമെന്റ് ടു മൊമെന്റിലുള്ള നമ്മളുടെ ഒരു ഹൈറ്റൻഡ് കോൺഷ്യസ്നെസ് എന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയും, നമുക്ക് ഓരോരുത്തരും നമ്മളുടെ ചിന്തയുടെ ലോകത്ത് നമുക്ക് വളരെയേറെ നമുക്ക് റിയാലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ റിയാലിറ്റീസ് ആണെന്ന് കരുതുന്നു. ആ റിയാലിറ്റീസ് എന്ന് പറയുന്നത് ഇല്യൂസറി റിയാലിറ്റീസ് ആണ്. എന്താണെന്ന് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. അതായത് ഹോമോ കാറ്റഗറിക്കോസ് എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ആ സമ്മറി അതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും എല്ലാത്തിനെയും കാണുന്നതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്താണ് ഇമാജിനേഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, ലേണിംഗ് ഉണ്ട്, നോളജ് ഉണ്ട്, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഉണ്ട്. അത് സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ട്. ആ സൃഷ്ടിക്കുന്ന ലോകം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ റിയാലിറ്റി എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അത് റിയാലിറ്റി അല്ല. ദെൻ അടുത്തത് നമ്മളുടെ എക്സ്പീരിയൻസസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ഇന്നലകളിലെ അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് നമ്മളുടെ എന്ത് ചെയ്യുന്നു, വി ജഡ്ജ്. അങ്ങനെയാണ് നമ്മൾ ഓരോ ഇതിനെ കുറിച്ചും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, വ്യക്തികളെ കുറിച്ച് എടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്ലസന്റ്, അൺപ്ലസന്റ് ഓർ ന്യൂട്രൽ എന്നുള്ള ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചോയ്സ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്തത് വി ആങ്കർ, അതായത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, ഓബ്ജക്ട്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദി പാസ്റ്റ്, ഫ്യൂച്ചർ ഓർ ദി പ്രസന്റ് മൊമെന്റ് ഈച്ച് ടൈം അവർ മൈൻഡ്സ് വാണ്ടർ അവേ. അങ്ങനെയാണ് മനസ്സ് എങ്ങോട്ടെല്ലാം പോകുന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിലേക്കാണ് അല്ലെങ്കിൽ പാസ്റ്റിലേക്കാണ് മോസ്റ്റ്ലി. പ്രസന്റിൽ വന്നാൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് കിട്ടുന്ന ആ സെൻസേഷൻസിനെ ആശ്രയിച്ച്, നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെൻസേഷൻസിനെ ആശ്രയിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ വേറെന്നുള്ളത് അങ്ങനെ ആ വരുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഫോക്കസ് എന്ന് പറയുന്നത്, നമ്മളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഓവർ ഫോക്കസ്ഡ് ആകും. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, തിങ്കിങ് പാറ്റേൺസ് ഉണ്ടാക്കുന്നു, പ്രിഫറൻസസ് ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് ഈസ് ഓൾവേസ് ക്രിയേറ്റിംഗ് റെസിസ്റ്റൻസ്. നമ്മൾ ഓപ്പൺ അല്ല, യഥാർത്ഥ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഓപ്പൺ ആകാതെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് നമ്മളുടെ ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത് ശരിക്കുള്ളത് നമ്മൾ ഇന്ന് പറയുന്നതിൻ്റെത് ഇറ്റ് ഈസ് അറൈസിങ് ആൻഡ് പാസിങ് എന്ന് പറയാം. അതായത് അത് വരികയും പോവുകയും ചെയ്യുന്നു, അതിനെ മാത്രം നമ്മൾ അറിയുന്നു അല്ലെങ്കിൽ അത് പാസിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു നീലാകാശത്തില് പലതരത്തിലുള്ള പല നിറത്തിലുള്ള അല്ലെങ്കിൽ പല നിറത്തിലും രൂപത്തിലുള്ള മേഘങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് ആ നീലാകാശത്തെ ഇത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ അവയർനെസ്സിനെ ഒരു വിധത്തിലും ബാധിക്കാത്ത രീതിയിൽ നമ്മൾക്കുണ്ടാകുന്ന വിചാരങ്ങൾ അറൈസിങ് ആൻഡ് പാസിങ് അവേ. ദെൻ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ കമ്മിങ് ആൻഡ് ഗോയിങ്, അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ്. പ്രസന്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ, നമ്മൾ അവെയർ അല്ലെങ്കിൽ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നമ്മൾ നടക്കുമ്പോഴോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പെട്ടെന്ന് അത് പാസ്റ്റിലേക്ക് പോകുന്നു. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ആരെയെങ്കിലും കാണുന്നു, ഏതെങ്കിലും ഒരു ഫേസ് കണ്ടു, അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒന്ന് വരുമ്പോഴേക്കും ഒന്നുകിൽ അത് പാസ്റ്റ് ഫ്യൂച്ചറിലേക്ക് പോകും. ചില സമയത്ത് അത് പ്രസന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ അത് അറിയാതെ, അതായത് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം വൺ ടു അതർ പ്ലേസ് ഓർ അതർ ഡിറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിക്കാൻ വേണമെങ്കിൽ ഇതേക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ ചോയ്സ്ലെസ് അവയർനെസിന്റെ ഭാഗമായിട്ട് എന്താണ് ചോയ്സ്ലെസ് അവയർനെസ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ, ചോയ്സ്ലെസ് അവയർനെസ് ഈസ് ടു ബി അവെയർ വിത്തൗട്ട് എനി ചോയ്സ്. നമ്മൾക്കൊരു പ്രിഫറൻസ് കൊടുക്കാതെ നമ്മളെല്ലാം കാണുന്നു, നമ്മൾ അറിയുന്നു എന്നുള്ളതല്ലാതെ ഒന്നിനോട് നമ്മൾ
അറ്റാച്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു അവയർനെസ് ആണ് നമ്മളുടെ ചോയ്സ്ലെസ് അവയർനെസ്. ഇറ്റ് ഈസ് ടു ഒബ്സർവ് വിത്തൗട്ട് ഒബ്സർവർ, അതായത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്സർവർ ആൻഡ് ദി ഒബ്സർവ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. അതായത് ഒബ്സർവർ ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തികളും നമ്മൾ ഒന്നിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മളുടെ മൈൻഡിലുള്ള ആ സെൻസേഷൻസിനെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ദി ഒബ്സർവ്ഡ്. ഈ ഒരു ഇതിൽ വന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നമ്മളെപ്പോഴും നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകുന്നു. ഇനിറ്റ്, അതായത് ചോയ്സ്ലെസ് അവയർനെസ്സിനകത്ത് നോ റിയാക്ഷൻ, നോ റെസിസ്റ്റൻസ്, നോ ജസ്റ്റിഫിക്കേഷൻ, നോ കണ്ടംനേഷൻ, അല്ലെങ്കിൽ പ്രിഫറൻസ് ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ നമ്മൾ പരിപൂർണമായി ഈ നിമിഷത്തിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. It is a pure observation without resentment, recollection, recognition or naming. എന്തിനെ കുറിച്ചെങ്കിലും നമ്മൾ നെയിം ചെയ്തിട്ടുള്ള ഒന്നല്ല. അതുപോലെ നമ്മുടെ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോളജിനെ ബേസ് ചെയ്തല്ല. നമ്മൾ സെൻ പഠിക്കുന്ന സമയത്ത് അവര് സെന്നിൽ വളരെ കാര്യമായിട്ട് പറയുന്ന ഒന്നുണ്ട്. നമ്മളുടെ ആ കോൺസെപ്ച്വൽ നോളജിൽ നിന്ന് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ അവയർനെസ്സിലേക്ക് വരണമെന്ന് അവർ പറയും. നമുക്ക് ധാരാളം അറിവുകളുണ്ട്, എല്ലാ വിഷയങ്ങളെ കുറിച്ചും അറിവുകൾ ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾക്ക് പ്രായോഗികമായിട്ട് എന്താണ്, നമ്മൾ ആ കോൺസെപ്ച്വൽ നോളജ് വിട്ടിട്ട് നമ്മൾ പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ അവയർനെസ്സിലേക്ക് വരണം എന്ന് പറയും. So, choiceless awareness, it is free from ideas, ideals and opinions. Then it is an observation without prejudice like and dislikes. Then it is without a motive. നമുക്കൊന്നുമില്ല. അതുപോലെ തന്നെ end in view. സെന്നിൽ ഒരു അല്ലെങ്കിൽ സെൻ മെഡിറ്റേഷനകത്ത് പറയുന്ന ഒന്നുണ്ട്, സാസൻ എന്ന് പറയും. അതൊരു ജാപ്പനീസ് വാക്കാണ്. സിംപ്ലി അതിന്റെ അർത്ഥം സിമ്പിളി സിറ്റിംഗ്. അതാണ് ആദ്യമേ നമ്മൾ ഇരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒന്ന് ഇരിക്കാൻ പഠിക്കുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ട് നടക്കുന്നവരായിരിക്കും. പക്ഷെ എന്നാലും 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഈ സാസൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയും സിറ്റിംഗ് ലൈക്ക് എ ഫ്രോഗ് എന്ന് പറയും. ഒരു തവള ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അത് അത് ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അതിന്റെ ശത്രുക്കളെ പറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ അത് തിന്നാനുള്ളതുണ്ട്. എന്നാലും അത് വളരെ നിശബ്ദമായിട്ട് എ ചോയ്സ്ലെസ് അവയർനെസ്. ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് സിറ്റിംഗ് ആൻഡ് മെഡിറ്റേറ്റിംഗ്. അതാണ് സിറ്റിംഗ് ലൈക്ക് എ ഫ്രോഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? ഈ സമയത്ത് നമുക്ക് ഞാൻ അവയർനെസ്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഒരു സെന്റൻസ് ഉണ്ട്. അതായത് എ സ്റ്റേറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയലൈസിങ് സംതിങ്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. സോ യു ആർ കോൺഷ്യസ് അബൌട്ട് ഇറ്റ് ഇഫ് യുവർ മൈൻഡ് ഈസ് നോട്ട് വാണ്ടറിങ്. അതല്ലെങ്കിൽ യുവർ അവയർനെസ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ദി വേൾഡ് അറൌണ്ട് യു. നമ്മൾ അറിയുന്നു, നമ്മളുടെ അവയർനെസ്സിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. യുവർ അവയർനെസ് ഓഫ് യുവർ സെൽഫ്, നമ്മളെക്കുറിച്ചും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ചും നമുക്ക് ചുറ്റുമുള്ള ആ വേൾഡിനെ കുറിച്ചുള്ളതാണ് നമ്മളുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവയർനെസ്. വാട്ട് ഈസ് അവയർനെസ് എന്നുള്ളതാണ്. അവയർനെസ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് നോയിങ് സംതിങ്. എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് അറിയുന്നു എന്നുള്ളതാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അവെയർ ആകുന്നു. ഇപ്പൊ നമുക്ക് നല്ല ചൂടുള്ള കാലമാണ് നാട്ടില്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ അവെയർ ആകുന്നു. അല്ലെങ്കിൽ ശബ്ദങ്ങൾ, ഇപ്പൊ ഞാൻ പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ലൗഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആ മുറിയിൽ നിങ്ങളുടെ പരിസരത്തുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് അറിയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ അവയർനെസ് ഇൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, മൈൻഡ്ഫുൾ അവയർനെസ് ഈസ് അബൌട്ട് നോട്ടീസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ഇറ്റ് ഹാപ്പൻസ്. മനസ്സിലായോ? നമ്മൾ ഈ നിമിഷത്തിൽ എന്താണ്, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ആ എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ സംതിങ് എന്താണ് നോട്ടീസിങ്. മൈൻഡ്ഫുൾ അവയർനെസ് ഈസ് നോട്ടീസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ഇറ്റ് ഹാപ്പൻസ്. ഈ മൊമെന്റിൽ എന്ത് സംഭവിച്ചു അതേക്കുറിച്ച് നമ്മൾ ചൂസ് ചെയ്യാതെ നമുക്ക് അത് എനിക്കിഷ്ടമാണ്, അത് അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് വെറുതെ ഫാന്റസികൾ അല്ലെങ്കിൽ അറിയാനുള്ളത്, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഉണ്ടാകും. ഇത് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് മെന്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുക്കുന്നു, കളർ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കളർ ഇഷ്ടമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചൂസ് ചെയ്യുന്നു, അതേക്കുറിച്ചല്ല. കൂടുതലായിട്ടും നമ്മളുടെ മാനസികമായ വ്യാപാരങ്ങളിൽ നടക്കുന്ന ആ ചോയ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ലെറ്റിംഗ് എക്സ്പീരിയൻസസ് എറൈസ് ആൻഡ് പാസ് വിത്തൗട്ട് ഇന്റർഫിയറൻസ്. നമ്മൾ അതിൽ ഒന്നിനെ കുറിച്ചും അത് പിടിച്ചു നിൽക്കുന്നില്ല, ഒന്നിനോട് അറ്റാച്ച്ഡ് ആകുന്നില്ല. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി വന്നാൽ പോലും, ചിന്തകൾ വന്നാൽ പോലും അതിലിങ്ങനെ നമ്മൾ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ സമയത്ത് അതിനെ നമ്മൾ ചൂസ് ചെയ്യരുത്, നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആകരുത് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒന്നിനോടും നമ്മൾ അറ്റാച്ച്ഡ് ആകാതെ എല്ലാം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ കാണുക, അറിയുക എന്നുള്ളതാണ്. പ്രാക്ടീസിങ് എങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ്, ഇപ്പോൾ കുറെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതല്ലാതെ, അല്ലെങ്കിൽ ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. നമ്മളുടെ മലയാളത്തിൽ പറഞ്ഞ ജീവിത ഗന്ധി എന്ന് പറയാം. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നാമത്തേത് ഓപ്പൺനെസ്, നമ്മൾ തന്നെ ഓപ്പൺ ആവുക. എങ്ങനെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് ബീങ് ഓപ്പൺ ടു വാട്ട് എവർ അറൈസസ്. നമുക്കൊരു പ്രിഫറൻസ് ഇല്ലാതെ ഈ നിമിഷത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു. എന്നാൽ അതിനെ നമ്മുടെ മനസ്സിൽ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല. Then instead of focusing on specific objects or sensations, നമുക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സെൻസേഷൻസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ മെന്റൽ ഓബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ അത് ബാഹ്യമായിട്ടുള്ള നമ്മൾ കാണുന്ന ആ റിയാലിറ്റിയിലാകാം. ഇപ്പൊ നമ്മളൊരു പൂവിനെ കണ്ടു, അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിന്റെ നിറത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു ബൊട്ടാണിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ബയോളജിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്തിനെ കുറിച്ചും, അതല്ല നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടുന്ന ഓബ്ജക്ട്സ് ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ സെൻസേഷൻസിനെ നമ്മൾ അതിനെ ഓപ്പൺ ടു ദ റിയാലിറ്റി ഓഫ് എക്സ്പീരിയൻസിലേക്ക്, ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസിലേക്ക് പോകുന്നു. അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നു. അടുത്തത് നമ്മളുടെ പ്രാക്ടീസിങ് അവയർനെസ് ഈസ് ആബ്സെൻസ് ഓഫ് സെലക്ഷൻ എന്ന് പറയും. നമ്മൾ ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ എന്തിനെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക്, മൈൻഡിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ ഇതിൽ നമ്മൾ അതിനെ നമ്മൾ ഒന്നിനും സെലക്ട് ചെയ്യാതിരിക്കുക, ഒന്നിനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറയുന്നതും അതുപോലെ ചോയ്സ്ലെസ് അവയർനെസിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ആ മാനസികാവസ്ഥയെ കുറിച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നു, അത് നമ്മൾ അങ്ങനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലേക്ക്, മുന്നോട്ടുള്ള ആ ജീവിതത്തിലേക്ക്, മെഡിറ്റേഷൻ കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞിട്ട് വെറുതെ നമ്മൾ ഏറ്റുപോയി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് പോയിട്ട് അതുമായിട്ട് ബന്ധമില്ലെന്നുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തെ അക്കമ്പനി ചെയ്യും. നമ്മൾ ആ ചെയ്ത കാര്യം, അതാണ് മൈൻഡ്ഫുൾനെസിന്റെ അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. Then absence of selection, ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. Then it allows for natural flow of thoughts, feelings and sensations without choosing one over the other. അതായത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ തോട്ട്സ്, ഫീലിങ്സ് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ അറിയും. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അതിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആകുന്നില്ല. പോസിറ്റീവ് ആയിരിക്കും, അതിനോട് നമ്മൾ അറ്റാച്ച്ഡ് ആകാതെ അതുപോലെയുള്ള നമ്മളുടെ സെൻസേഷൻസിനെ നമ്മൾ വിത്തൗട്ട് ചൂസിങ് വൺ ഓവർ ദി അതർ, അത് ചെയ്യാതിരിക്കുക. ദെൻ പ്രാക്ടീസിങ്, അടുത്തത് എന്ന് പറയുന്നത് റാഡിക്കൽ അക്സെപ്റ്റൻസ്. എനിക്കറിഞ്ഞുകൂടാ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എത്ര പേര് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ റാഡിക്കൽ അക്സെപ്റ്റൻസിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ചെത്തിപ്പുഴയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വന്നപ്പോൾ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, നമുക്ക് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാം. റാഡിക്കൽ അക്സെപ്റ്റൻസ്, ദാറ്റ് മീൻസ് നമ്മൾ റാഡിക്കൽ ആയിട്ട് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ളത് ഉള്ള ഒരു കാര്യമാണ്. പ്രാക്ടീഷണേഴ്സ്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? കൾട്ടിവേറ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് അക്സെപ്റ്റൻസ് ടുവേഴ്സ് വാട്ട് എവർ അറൈസസ് ഇൻ ദെയർ അവയർനെസ്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതേക്കുറിച്ച് അവെയർ ആകുക, അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ സപ്രസ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാതെ അതിനെ അറിയുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ തീരുന്നില്ല. ദെൻ ദീസ് അക്സെപ്റ്റൻസ് ഡസ് നോട്ട് ഇംപ്ലൈ അപ്രൂവൽ ഓർ റെസിഗ്നേഷൻ. അല്ലെങ്കിൽ അത് ആ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അത് അതേപറ്റി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് ഒരു വിമുഖത കാണിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. റെസിഗ്നേഷൻ മീൻസ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിമുഖത അല്ലെങ്കിൽ ഒരു നിർവികാരത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളത് അതല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് റാദർ അക്നോളജസ്, നമ്മൾ അറിയുന്നുണ്ട്,
അതുപോലെ ദ റിയാലിറ്റി ഓഫ് ദി പ്രസന്റ് മൊമെന്റ് വിത്തൗട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഡിറ്റാച്ച്മെന്റ് ഫ്രം പ്രിഫറൻസസ്. അതായത് നമ്മൾ എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് ഇത് മതി എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ പേരിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഓരോ കാര്യത്തിൽ എനിക്കത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എൻ്റെ മാനസികമായ നിലയിൽ, അല്ലെങ്കിൽ ഓരോന്നിനോട് നമ്മൾ കാണിക്കുന്ന മറ്റൊന്നിനോടും നമുക്ക് വേണ്ടത്ര ഒരു അക്സെപ്റ്റൻസ്, റിയാലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെയാണ്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം എന്ന പോലെ ഞാൻ പറയാം. ഇപ്പൊ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതേസമയം ഇച്ചിരി തണുത്തു പോയി, നമ്മൾ സമയത്ത് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല, കുടുംബങ്ങളിൽ, വീട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ. അപ്പം നമ്മൾ അതിനോട് നമ്മുടെ ആ പ്രതികരണം എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, അതായത് നമുക്ക് താല്പര്യമുണ്ട്, നമ്മുടെ വ്യക്തിപരമായി നമ്മളുടെ ഐഡിയൽസ്, നോളജ് ഇതെല്ലാം വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെതായ ഒരു ലോകമുണ്ട്. ആ ലോകത്തിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടുള്ള ആ ഒരു ഇത് ഓക്കെ, എതിരഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാനുള്ള ഇത് വേണം. ബൈ ഒബ്സർവിങ് എക്സ്പീരിയൻസസ് വിത്തൗട്ട് പ്രിഫറൻസ്, practitioners can develop a deeper understanding of their habitual patterns of attachment and aversion. അതാണ് നമ്മളുടെ ഹാബിച്വൽ ഹാബിറ്റ് അനുസരിച്ച് ഐ ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഓർ ഐ ഡോണ്ട് കെയർ, അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, നമ്മളെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതിന്. ഓക്കെ, ദിസ് ക്യാൻ ലീഡ് ടു ഗ്രേറ്റർ ഇൻസൈറ്റ്. നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അറിയുന്ന സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മളുടെ ഞാൻ പ്രതികരിക്കണ്ടേ, ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എല്ലാത്തിനും എന്തെല്ലാം അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നത്. ഓരോ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. ഗ്രേറ്റർ ഇൻസൈറ്റ് ആൻഡ് ദെൻ ദി നേച്ചർ ഓഫ് സഫറിങ്. അതായത് നമുക്ക് നമ്മളുടെ സഫറിങ്ങിന്റെ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഐ ആം സഫറിങ് സംതിങ് ബിക്കോസ് ഓഫ് ദിസ് ഓർ ദാറ്റ്. നമ്മുടെ ആ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് കൊണ്ടാണ്. ആൻഡ് ഇംപെർമനന്റ് നേച്ചർ ഓഫ് ഓൾ ഫെനോമെൻ, എല്ലാം മാറിപ്പോകുന്ന ആ ഒരു ഇംപെർമനൻസി, അല്ലെങ്കിൽ വേറൊരു വാക്ക്, ട്രാൻസിയന്റ് നേച്ചർ ഓഫ് എവറിഥിങ്. ഓക്കെ, എവറിഥിങ് ഈസ് ചേഞ്ചിങ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാക്ടീസിങ് ചോയ്സ്ലെസ് അവയർനെസ്സിൻ്റെത് അടുത്തത് എൻഹാൻസ്ഡ് അവയർനെസ്. കൂടുതൽ എൻഹാൻസ്ഡ് ആകുന്നു ഇത് പ്രാക്ടീസ്. നമ്മളിപ്പം 20 മിനിറ്റ് അല്ലെങ്കിൽ രാവിലെയും വൈകിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെറുതെ ഇരിക്കുകയോ നടക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ അവേർനെസ് കൾട്ടിവേറ്റ് എ ഹൈറ്റൻഡ് സെൻസ് ഓഫ് അവയർനെസ് ആൻഡ് പ്രസൻസ്. നമ്മൾ ആ മൊമെന്റിൽ, ആ പ്രസൻസ് ഓഫ് ഇതിൽ നമുക്ക് വ്യാപരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അറ്റ്യൂൺ ടു ദെയർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്സ്പീരിയൻസസ്. നമ്മൾ ഇന്റേണൽ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത്, മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒച്ച കേട്ടു. നാട്ടിലൊക്കെ ആണെങ്കിൽ ശബ്ദങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവിടെ അത്തരം ശബ്ദങ്ങൾ ഇല്ലാത്തതാണ് പാശ്ചാത്യ ലോകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും പള്ളിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ മൈക്കിന്റെ ഇത് വന്നു, അല്ലെങ്കിൽ അനൗൺസ്മെന്റ്സ്, ഇതൊക്കെ നമ്മളുടെ ആ എക്സ്പീരിയൻസ് വരുമ്പോഴേക്കും കൂടുതൽ അവെയർ ആകാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, am I reacting to something, am I like, or I don't I dislike it. അപ്പൊ ആ എക്സ്പീരിയൻസ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എക്സ്പീരിയൻസിനോടുള്ള നമ്മളുടെ ആ റിയാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഇൻക്രീസ്ഡ് അവയർനെസ് ക്യാൻ ലീഡ് ടു എ ഗ്രേറ്റർ ക്ലാരിറ്റി, ഇൻസൈറ്റ് ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ. നമ്മളുടെ ആ ഇമോഷൻ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ, ഐ എം റിയാക്ടിങ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണെന്നായിരിക്കും. പക്ഷെ നെഗറ്റിവിറ്റി കൂടുതൽ വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊന്ന് മൈൻഡ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ പ്രാക്ടീസിങ് ചോയ്സ്ലെസ് അവയർനെസ്, ഇന്റഗ്രേഷൻ ഇൻ ടു ഡെയിലി ലൈഫ്. അതായത് ഈ പറയുന്ന ഇത് നമ്മളുടെ ആ ഇന്റഗ്രേഷൻ നമുക്ക് എങ്ങനെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വൈൽ ചോയ്സ്ലെസ് അവയർനെസ് ഈസ് ഓഫൺ പ്രാക്ടീസ്ഡ് ഡ്യൂറിങ് ഫോർമൽ മെഡിറ്റേഷൻ, നമ്മളുടെ ഫോർമൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ സെഷൻസ്,
ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി അപ്ലൈഡ് ടു എവറിഡേ ലൈഫ്. അതാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു മെഡിറ്റേഷൻ നടത്തുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. സിംപ്ലി സിറ്റിംഗ് ലൈക്ക് എ ഫ്രോഗ്. അതിനുശേഷം നമ്മൾ വരുന്നതിനെ സ്വീകരിക്കുന്നു, നമ്മളെല്ലാം അറിയുന്നു, അതേസമയം ഒന്നിനോടും ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നില്ല. വി ആർ നോട്ട് ഷിഫ്റ്റിംഗ് അവർ കോൺഷ്യസ്നസ്. എന്താണ് നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ പെയിൻ, അല്ലെങ്കിൽ പുറമേയുള്ള എൻവയൺമെന്റ്, ഇതിലേക്കൊന്നും മാറ്റുന്നില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതാണ്, അത് വരുമ്പോഴേ നമ്മൾ എന്താണ്, അത് നമ്മളുടെ എവറിഡേ ലൈഫിലേക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. Then by bringing a non-judgmental, open-minded attitude, അതായത് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കേൾക്കുന്നതിനോടും കാണുന്നതിനോടും നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ അല്ലെങ്കിൽ ആ അവയർനെസിന്റെ ഒരു ഹൈ ലെവലിൽ നമ്മൾ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് ടു ഡെയിലി ആക്ടിവിറ്റീസ്, നമുക്ക് ചുറ്റും നടക്കുന്നതിന്. ദെൻ ദാറ്റ് ഈസ് എ ഗ്രേറ്റർ മൈൻഡ്ഫുൾനെസ് ആൻഡ് റെസിലിയൻസിലേക്ക് നമ്മൾ വരും. നമ്മൾ കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദെൻ പ്രാക്ടീസിങ് ചോയ്സ്ലെസ് അവയർനെസിന്റെ അടുത്തത് ഫ്രീഡം ഫ്രം ഡ്യുവലിസ്റ്റിക് തിങ്കിങ്. ഞാനും നീയും, അല്ലെങ്കിൽ നമ്മളുടെ ആ വ്യക്തി ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻസിൽ, ഈ ചിന്തകളിൽ എപ്പോഴും നമ്മൾ ഡിവിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾ തമ്മിൽ, നമ്മളുടെ ചിന്തകൾ തമ്മിൽ, നമ്മൾ അതിനെ സ്വീകരിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡ്യുവലിസ്റ്റിക് മെന്റാലിറ്റി, ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി, എ ഡിവിഷൻ, എ വാർ ഈസ് ഓൾവേസ് ടേക്കിംഗ് പ്ലേസ്. അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ? ചോയ്സ്ലെസ് അവയർനെസ്, ദി പ്രാക്ടീഷണർ ക്യാൻ transcend dualistic thinking, which often categorizes experiences as good, bad, or pleasant or unpleasant. ഇങ്ങനെയുള്ള അതിൽ നിന്ന് ഈ ചിന്താഗതികൾ എപ്പോഴും നമ്മളെ ഒരു ഫൈറ്റിംഗ് ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ ചിന്താഗതി പോലെ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും രോഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഡ്യുവലിസ്റ്റിക് തിങ്കിങ് കാറ്റഗറൈസസ് എക്സ്പീരിയൻസസ് and then bad, pleasant or unpleasant ഇങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത്. ഇൻസ്റ്റെഡ് they embrace the full spectrum of human experiences. നമുക്കുണ്ടാകുന്ന ആ ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ we embrace, and then that will result an equanimity and balance in our life. Okay, അടുത്തത് ഡീപ്പനിങ് ഇൻസൈറ്റ്. നമുക്ക് കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് തരും. അവയർനെസ് ക്യാൻ ലീഡ് ടു എ പ്രൊഫൗണ്ട് ഇൻസൈറ്റ്സ് ഇൻ ടു ദി നേച്ചർ ഓഫ് ദ സെൽഫ്, കോൺഷ്യസ്നെസ് ആൻഡ് റിയാലിറ്റി ഇറ്റ് സെൽഫ്. പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അടുത്തത് ബൈ ഒബ്സർവിങ്. ഇതിന്റെ ഭാഗമാണ് മൈൻഡ് വിത്തൗട്ട് ഇന്റർഫിയറൻസ്. ഒന്നും ഇന്റർഫിയർ ചെയ്യാതെ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഇല്ലാതെ വന്നാൽ ഇന്റർഫിയറൻസ്, practitioners may come to and understand the interconnectedness of all phenomena. അതായത് വ്യക്തികൾ മാത്രമല്ല, ജീവജാലങ്ങൾ മാത്രമല്ല, ഈ നടക്കുന്ന ലോകത്തുണ്ടാകുന്ന എല്ലാം തന്നെ വി ആർ ഓൾ ഇന്റർകണക്റ്റഡ് ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? ഫിനോമിന ആൻഡ് ഓൾ ഇല്ലൂസറി നേച്ചർ ഓഫ് ദി ഈഗോ. ഞാൻ പറഞ്ഞു, നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മളുടെ ആ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് അതാണ് നമ്മളുടെ റിയാലിറ്റി എന്ന് നമ്മൾ കരുതുന്നു. നമ്മളുടെ ചിന്തകൾ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡിലുള്ള ഐഡിയാസ്, ഓരോ ഗ്രൂപ്പിന് ആ ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട്, ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്. ഇതെല്ലാം പലപ്പോഴും അത് ഇല്ലൂസറി നേച്ചറാണ്. ദാറ്റ് നേച്ചർ ഓഫ് ദി ഈഗോ സൃഷ്ടിക്കുന്നതാണ്. അപ്പം അതൊരു കളക്റ്റീവ് ഈഗോയിലേക്ക് വരുന്നു. അതാണ് നമ്മുടെ സമൂഹങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഒട്ടനവധിയായിട്ടുള്ള നമ്മളുടെ ഈ സാമൂഹ്യമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് കാരണം. ഓക്കെ, അടുത്തത് കൾട്ടിവേഷൻ ഓഫ് കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കമ്പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ചോയ്സ്ലെസ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീഷണർ ക്യാൻ ഗ്രേറ്റർ അവയർനെസ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് ദെയർ ഓൺ എക്സ്പീരിയൻസസ്. അവരുടെ ആ എക്സ്പീരിയൻസിനെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ദേ വിൽ ഡെവലപ്പ് മോർ. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൂടുതൽ എംപതിയും കമ്പാഷനും ഉണ്ടാകും. അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്. അതായത് കമ്പാഷൻ എന്ന് പറയുന്നത് അത് എന്താണ്? നമ്മളുടെ മൊറാലിറ്റിയെ ബേസ് ചെയ്തല്ല നമ്മളുടെ കമ്പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ എത്തിക്സിനെ, ആ എത്തിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പാഷൻ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിൽ കൂടുതൽ കമ്പാഷൻ വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും. ചോയ്സ്ലെസ് അവയർനെസ് ക്യാൻ ദസ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് എംപതി വിത്ത് ഓൾ ബീയിങ്സ്. ഹ്യൂമാനിറ്റിയെ കുറിച്ച് മാത്രമല്ല,
കോമൺ ഹ്യൂമാനിറ്റി അല്ല, അതിനപ്പുറത്ത് ഈ സർവ്വ ജീവജാലങ്ങളും നമ്മളുടെ ജീവനുള്ളതും സെൻഷ്യൻ ഓർ അതല്ലാത്ത ജീവജാലങ്ങളല്ലാത്ത മാത്രമല്ല, പക്ഷിമൃഗാദികൾ മാത്രമല്ല, മരങ്ങളും ഈ നേച്ചർ, നമ്മുടെ പുഴയും എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ്. അത് റെഡ്യൂസ്ഡ് സ്ട്രെസ്, നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്ക് റെസിസ്റ്റൻസ് നമ്മളിൽ കുറയുന്നു. റെസിസ്റ്റൻസ് കുറയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ സന്തോഷം, സമാധാനം ഉണ്ടാകും. വി അക്സെപ്റ്റ് ദ റിയാലിറ്റീസ് ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറെ കൂടി മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് പെരുമാറാൻ അല്ലെങ്കിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ, നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ കൂടുതൽ, അതായത് മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മൾക്ക് ആ റെസീലിയൻസ് കിട്ടുമ്പോഴേക്കും നമുക്ക് അനുദിന ജീവിതത്തിൽ അവരുടെ പ്രവൃത്തികളിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നു. ദെൻ എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി, കൂടുതൽ ക്രിയേറ്റീവ് ആകുന്നു നമ്മൾ. കാരണം നമ്മുടെ എനർജി ഒലിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് പോകാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ കൂടുതൽ എനർജിയും അതുപോലെ ക്രിയേറ്റിവിറ്റി കൂടുന്നു. ഡീപ്പൻഡ് സെൽഫ് അവെയർനെസ്, നമുക്ക് കൂടുതലായിട്ട് നമ്മളിൽ തന്നെ കൂടുതൽ സെൽഫ് അവെയർനെസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ഇമോഷണൽ റെഗുലേഷൻ ഓർ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കാരണം അത് ആ അക്സെപ്റ്റൻസ് കൊണ്ട് അല്ലെങ്കിൽ ചോയ്സ്ലെസ് അവെയർനെസ് കൊണ്ട് നമ്മൾ എല്ലാത്തിനോടും പ്രതികരിക്കാത്ത ഒരു മനുഷ്യരായി മാറുമ്പോഴേക്കും ആവശ്യമില്ലാതെ, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള ആ പ്രതികരണങ്ങളിൽ നമുക്ക് മാറാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ സാധിക്കും. ദെൻ എൻഹാൻസ്ഡ് റിലേഷൻഷിപ്പ്, ഓഫ് കോഴ്സ് അത് നമ്മളുടെ ആ ബന്ധങ്ങളിൽ, മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഈ നേച്ചറുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഉണ്ടാകും. പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കും.